ബാച്ചിലറിൻ്റെ അടുക്കളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ മുന്നിൽ കാലങ്ങൾക്കപ്പുറത്ത് നിന്നും ഒരു വിഭവം, കേരളത്തിൻ്റെ സ്വന്തം കപ്പപ്പുഴുക്ക്, പച്ചമുളക് ചമ്മന്തി, അതിനോടൊപ്പം പൊരിച്ചുണക്കമത്തി. പൗരാണിക കാലം മുതൽ കേരളത്തിൻ്റെ വിശപ്പടക്കി ഈ കൂട്ടുകെട്ട് ഇന്ന് നമ്മുടെ ഈ കൊച്ചടുക്കളയിൽ പുനർജനിക്കുകയാണ്. കേരളത്തിൻ്റെ മണ്ണിൽ വിളഞ്ഞ കപ്പ, പഴയകാല യോദ്ധാക്കളുടെ ശക്തിയുടെ ഉറവിടം. നന്നായി നീട്ടിമുറിച്ച് വെള്ളത്തിൽ പുഴുങ്ങുമ്പോൾ അവ നമ്മുടെ പൂർവ്വരുടെ സാഹസ കഥകൾ നമ്മെ ഓർമ്മിപ്പിക്കും. പുഴുങ്ങിയ കപ്പയുടെ സുഗന്ധം നമ്മുടെ അടുക്കളയാകെ നിറയും. ഇനി നമ്മുടെ വീരകഥയിലെ രണ്ടാം അധ്യായം, പച്ചമുളക് ചമ്മന്തി. നല്ല ഉണ്ട ചെറിയുള്ളി, പച്ചമുളക്, ഉപ്പ്, കറിവേപ്പില, വെളുത്തുള്ളി, പുളി. ഇത് യുദ്ധത്തിനുള്ള ആയുധങ്ങൾ ശേഖരിക്കുന്ന പോലെ പഴമയെ ഓർക്കും വിധം നമ്മുടെ അരകളിൽ ഓരോ ചേരുവയും ഐതിഹ്യമായി മാറുന്നു. പുളിയുടെ രുചിയും മുളകിൻ്റെ കാരവും ഉള്ളിയുടെ മധുരവും ഒന്നിച്ചു ചേരുമ്പോൾ നമ്മുടെ ചുറ്റിനുള്ള ഒന്നും കാണാൻ പറ്റില്ല എൻ്റെ സാറേ. ഇനിയാണ് അടുത്ത ഒരു എൻട്രി, കേരളത്തിൻ്റെ കടൽ തീരത്തെ കഥകളുടെ സാക്ഷി, ഉണക്കമത്തി. കുരുമുളകും ഉപ്പും തൈരും മുളകുപൊടിയും ചേർത്ത് ഒരു രാജകീയ മസാല തന്നെ നമ്മൾ ഒരുക്കുന്നു. മലയാളത്തിൻ്റെ പാരമ്പര്യം പേറുന്ന ഈ വിഭവം ഏവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. ചൂടെണ്ണയിലവ വീഴുമ്പോഴുള്ള ശബ്ദം, അന്തസ്. 3 രാജ്യങ്ങളെ പോലെ 3 വിഭവങ്ങൾ, കപ്പ, ചമ്മന്തി, മത്തി. ഇവ സഖ്യമുണ്ടാക്കുമ്പോൾ നമ്മളേവരും ഒരു രാജാവിനെ പോലെയാകും. കഥകൾ കേട്ട് സ്വാദിൻ്റെ യാത്ര പോകാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ദയവായി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നന്ദി, നമസ്കാരം.